ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ വെച്ച മത്തിക്കറി ഉണ്ടാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇടുക. അത് നന്നായിട്ട് മൂത്ത് വന്നാൽ അതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, ചുവന്നുള്ളി ഇല്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായി വഴന്ന് വന്ന ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ. മൂപ്പിച്ചതിന് കുറച്ച് മാറ്റി വയ്ക്കാം. അത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കറിക്ക് നന്നായിട്ട് കൊഴുപ്പ് കിട്ടും. അത് മാറ്റി വെച്ചിട്ട് അത് അരച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിനൊപ്പം അരപ്പും കൂടി ചേർത്ത് തിളപ്പിക്കുക. അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മത്തി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ പാലൊഴിക്കാം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അത് നന്നായി തിളച്ച് വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് കപ്പയും കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ.